മോന്റെ പേരെന്താ? ആബേൽ. ആബേൽ. മോന്റെ ഏത് കയ്യാ ഊരിപ്പോന്നേ? വലത്തേ കൈ. ഇവന് ചെറുപ്പത്തിലെ അവൻ ഊഞ്ഞാലുമേന്ന് തൂങ്ങി വീണിട്ട് സംഭവിച്ചു വന്നതാണ്. ചെറുപ്പത്തിലെ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കൈകുത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഊരിപ്പോയി. എന്നിട്ട് ഇതിക്ക് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഊരി പോയിട്ട് ഡോക്ടറെ കണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു MRI സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് അവൻ്റെ പ്രായം അനുസരിച്ച് ചിലപ്പോൾ സ്ക്രൂ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സഹബ്രദർ, ഞാൻ എൻ്റെ വീട് അങ്കമാലിയാണ്, എൻ്റെ പെങ്ങളുടെ വീടാണ് ഇപ്പോൾ ഇവിടെ ചെറിയ വെല്ലന്തൂരത്ത്. അപ്പോൾ ബ്രദർ 2 പ്രാവശ്യം തുറവൂർ പള്ളിയിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൺവെൻഷൻ 2 കൊല്ലത്തിലും കൂടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവന് ചെറുപ്പത്തിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇത്ര ഫീൽ ചെയ്തത്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് പെങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നോട്ടീസ് കിട്ടിയത് ബ്രദറിൻ്റെ ഇവിടെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണയ്ക്ക് മുന്നേ ഇവിടെ വന്ന് ഞങ്ങൾ ഈ കൺവെൻഷന് കൂടുമെന്നും ബ്രദറിനെ കണ്ടിട്ടും കാണണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു. എന്തായാലും ദൈവം മാറ്റി തന്നാൽ പിന്നെ ഒരിക്കലും. ആമേൻ, ആമേൻ. ഈ അപ്പനും അമ്മയും ഈ മോനെയുമായിട്ട് വലിയ വിശ്വാസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പനും അമ്മയുടെയും ഹൃദയത്തിൽ ഒത്തിരി സങ്കടമുണ്ടല്ലേ? സങ്കടമുണ്ട്. ഉണ്ടോ? സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ. സങ്കടമുണ്ട്. കാരണം ഈ കുഞ്ഞിൻ്റെ ഈ കൈ ഉരിപ്പോകും. ഇത് ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഒക്കെ ഇടണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പേടിക്കണമെന്നേ. മോന് വിശ്വാസം ഉണ്ടോ? ഇവിടെ ഈശോ സൗഖ്യം തരുമോ? പറഞ്ഞേ. തരും. ഈശോ എനിക്ക് സൗഖ്യം തരും. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം പറയുന്നു, ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവ് ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ലാസറിന് ജീവൻ കൊടുത്തവൻ ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിന്, നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കരമീട്ടി വിളിച്ചു പറഞ്ഞേ, ഇല്ല, എൻ്റെ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ യേശു അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ, അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അവന്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ച് ഈ സ്റ്റേജ് എന്ന് പുറത്തു പോകത്തുള്ളൂ. ഒരു കരുതുന്നു മോനെ, മോനെ എന്നെ നോക്കിയേ. യേശു സൗഖ്യം തരുമോ? തരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. വലതുകൈയുടെ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. കൈ പൊക്കിക്കേ, താത്തേ പൊക്കിക്കേ, ഇവിടുന്ന് കറക്കിക്കേ, തിരിച്ചു കറക്കിക്കേ, പൊക്കിക്കേ, ഊരത്തില്ല യേശുവിന്റെ നാമത്തിൽ. ഒരാളുടെ ഷോൾഡർ ഊരിപ്പോയിക്കൊണ്ടല്ലോ, ഇങ്ങനെ ഇടിച്ച ആ നിമിഷം ഷോൾഡർ ഡിസ്ലൊക്കേഷനാണ്. പക്ഷെ ഈ ആബേലിന്റെ ഈ കൈയുടെ ഷോൾഡർ ഇനി ഊരത്തില്ല. ഇത് യേശു തൊട്ടതാ. യേശു അവൻ ഇവിടെ ഉണ്ട്. യേശു അവനൊരു ചരിത്ര പുരുഷനല്ല, അവൻ ജീവിക്കുന്ന കർത്താവ്, അവൻ ജീവിക്കുന്ന ദൈവമാ. അവൻ ഇവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. സന്തോഷമായോ മോനെ? സന്തോഷമായോ? ആരാ സൗഖ്യം നൽകിയേ? ഈശോ. You are my Lord.